യൂട്യൂബ് ഇനി മുതൽ സ്ട്രിക്റ്റ് ആണ്. വീഡിയോകൾക്ക് വ്യൂ കൂട്ടാൻ ചെയ്യുന്ന തരികിട പരിപാടികളൊന്നും ഇനി നടക്കില്ല. വീഡിയോകൾക്ക് പേടിപ്പിക്കുന്നതോ അതിശയിപ്പിക്കുന്നതോ ആയ തലക്കെട്ടുകളും തംബ്നെയിലുകളും ഇട്ട് വ്യൂ കൂട്ടാനുള്ള പരിപാടി ഇനി നടക്കില്ല. കർശന നിയമങ്ങൾ പ്രഖ്യാപിച്ച് ഗൂഗിൾ. അതിശയവും ആകാംക്ഷയും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലിക്ക് ബൈറ്റ് കണ്ടന്റുകൾ നിയന്ത്രിക്കപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ മാറ്റം. ഗൂഗിൾ തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോയിൽ പരാമർശിക്കാത്ത കാര്യങ്ങൾ തലക്കെട്ടിലും തംബ്നെയിലും നൽകി ആളുകളെ കബളിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പ്രത്യേകിച്ചും പുതിയ വാർത്താ സംഭവ വികാസങ്ങളിലായിരിക്കും നിയന്ത്രണം. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്നതിനാണ് ഈ പുതിയ നിയമം എന്ന് ഗൂഗിൾ പങ്കുവച്ച ബ്ലോഗിൽ പറയുന്നു. ഇന്ത്യയിൽ വരും മാസങ്ങളിൽ തന്നെ നിയന്ത്രണം നടപ്പാക്കി തുടങ്ങുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പുതിയ വാർത്താ സംഭവങ്ങളിൽ വാർത്തയിലില്ലാത്ത തലക്കെട്ടും തംബ്നെയിലും നൽകിയാൽ ക്ലിക്ക് ബൈറ്റ് ആയി കണക്കാക്കും. പുതിയ വീഡിയോകൾ തിരഞ്ഞ് യൂട്യൂബിൽ എത്തുന്നവരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം രീതികളെന്ന് ഗൂഗിൾ എടുത്തു പറയുന്നുണ്ട്. പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായും പറ്റിക്കപ്പെട്ടതായും തോന്നലുണ്ടാകും. ബ്ലോഗ് പോസ്റ്റിൽ ഉദാഹരണ സഹിതമാണ് ഗൂഗിൾ വിശദീകരിക്കുന്നത്. പ്രസിഡന്റ് രാജിവെച്ചു എന്ന തലക്കെട്ടോട് കൂടിയുള്ള ഒരു വീഡിയോ വാർത്തയാണ് ഉദാഹരണമായി പറയുന്നത്. വീഡിയോയ്ക്കകത്ത് പ്രസിഡന്റിന്റെ രാജിയെക്കുറിച്ച് ഒരു പരാമർശവുമില്ലെങ്കിൽ നടപടിയുണ്ടാകും. സുപ്രധാന രാഷ്ട്രീയ വാർത്തകൾ എന്ന തംബ്നെയിലിൽ നൽകിയ വീഡിയോയ്ക്കകത്ത് രാഷ്ട്രീയപരമായ പരാമർശങ്ങളില്ലെങ്കിൽ അതും ശിക്ഷാർഹമാണെന്നും ഉദാഹരണമായി ഗൂഗിൾ പറയുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ സ്ട്രൈക്ക് മുന്നറിയിപ്പുകൾ പോലും നൽകാതെയായിരിക്കും യൂട്യൂബ് നീക്കം ചെയ്യുക. ഇനി മുതൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായിരിക്കും തുടക്കത്തിൽ ഈ നിയമം ബാധകമാവുക. പുതിയ നിയമങ്ങൾ അറിയുവാനും മനസ്സിലാക്കാനുമുള്ള സമയം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് നൽകും. ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടത്തുമെന്നും ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഏതൊക്കെ മേഖലകളിലാണ് യൂട്യൂബ് നിയന്ത്രണം കൊണ്ടുവരിക എന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നു. പുതിയ വാർത്ത ഉള്ളടക്കങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അവ ഏതെല്ലാം മേഖലകൾക്കാണെന്നതിൽ വ്യക്തതയില്ല. രാഷ്ട്രീയ വാർത്തകൾ മാത്രമാണോ അതോ പുതിയ സംഭവ വികാസങ്ങളും ഇതിൽ പെടുമോ എന്ന കാര്യത്തിൽ ഗൂഗിൾ വ്യക്തത വരുത്തിയിട്ടില്ല. യൂട്യൂബിന്റെ ലോകത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 476 മില്യൺ യൂട്യൂബ് യൂസർമാരാണ് ഇന്ത്യയിലുള്ളത്. രാജ്യത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന 5-ൽ 4 പേരും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ ആളുകളും വാർത്തകൾ അറിയുവാൻ ഉപയോഗിക്കുന്നത് തങ്ങളുടെ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ആണെന്നാണ് ഗൂഗിൾ പങ്കുവച്ച ബ്ലോഗിൽ പറയുന്നത്.